ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു അടിപൊളി ഐറ്റം ആട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടിഷ്യൂ കാഞ്ചീപുരം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡാണല്ലോ. അപ്പോൾ ടിഷ്യൂ കാഞ്ചീപുരം വരുമ്പോഴത്തേക്ക് എല്ലാം ഒരു 18, 20, 22 എബവ് ആ റേഞ്ചിലേക്കാണ് നമുക്ക് ടിഷ്യൂ കാഞ്ചീപുരം സാരീസ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കാഞ്ചീപുരം സാരീസാണ്, ബ്രൊക്കേഡ് കാഞ്ചീപുരം സാരീസാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് 14,000, ഇത് 15,000, അങ്ങനെ ആ റേഞ്ചിലേക്ക് വരും. ഇപ്പോൾ ഇത് ഞാൻ ഈ കാണിക്കുന്നത് ഇത് ടിഷ്യൂ അല്ല, പക്ഷേ ഈ സാരീസ് ടിഷ്യൂ ബ്ലെൻഡിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് റേറ്റ് ഹൈ ആവും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈ റേറ്റ് അതിൻ്റെ എബവ് ആയിരിക്കും എപ്പോഴും അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഒരു സെമിയിലേക്ക് ചെയ്തു വന്നപ്പോഴത്തേക്കും ഉണ്ടോ, സെമിയിൽ നമുക്ക് ടിഷ്യൂ ബ്ലെൻഡായിട്ട് ഇങ്ങനെ സെമിയിലേക്ക് ചെയ്തു വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് 2,150 ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ ടിഷ്യൂ കാഞ്ചീപുരത്തിൻ്റെ അതേ പാറ്റേണിൽ തന്നെ നമുക്ക് സെമിയിൽ ചെയ്തു വന്നിരിക്കുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ, നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റില്ല, അത്രയും നല്ല ഭംഗിയിലാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും എല്ലാം വന്നിരിക്കുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഇതേപോലെ കാഞ്ചീപുരത്തിൻ്റെ ഒറിജിനൽ ടിഷ്യൂ കാഞ്ചീപുരത്തിൻ്റെ അതേ പാറ്റേണിൽ തന്നെ നമുക്ക് സെമിയിൽ വന്നിരിക്കുന്ന ടിഷ്യൂ, പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2,480 റേഞ്ചിൽ വരുന്ന സാരീസ്. അപ്പോൾ ഇങ്ങനെ ബ്രൊക്കേഡ് ടിഷ്യൂ കാഞ്ചീപുരം സാരീസ്, അതായത് അതിൻ്റെ സെമിയിൽ വന്നിരിക്കുന്ന സാരീസാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒറിജിനൽ ടിഷ്യൂ കാഞ്ചീപുരവുമുണ്ട്, ഇത് സെമിയിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഒരു നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞ 2,150 റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. എന്നാൽ ലുക്ക് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ആ ടിഷ്യൂ കാഞ്ചീപുരം സാരീസ് എടുത്ത അതേ ലുക്കിലാണ് ഈ സാരീസ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇന്ന് വന്നിരിക്കുന്ന ഈ അടിപൊളി കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് ഞാൻ ടോൺ ടു ടോൺ ആയിട്ടുള്ള സാരീസ് കാണിക്കാം, പിന്നെ നമ്മൾ കോൺട്രാസ്റ്റിലുള്ളതും കാണിക്കാം. അപ്പോൾ രണ്ടും ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് സാരി നമ്പർ 1 ആണ്. ഇതിൻ്റെ കളർ കണ്ടോ, ഒരു ലൈറ്റ് ബ്രിക്ക് ടോൺ, അതിനകത്ത് അല്പം കൂടെ ഡാർക്ക് ബ്രിക്ക് ടോണും ഒരു സെറിയുടെ വീവും കൂടിയാണ് വന്നിരിക്കുന്നത്. 2 ബോർഡേഴ്സും വന്നിട്ടുണ്ട്. ഈ സാരിയൊക്കെ കണ്ട ഒറിജിനൽ അല്ലെന്ന് ആരും പറയില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനകത്ത് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഇതെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമെന്ന് പോലും നമ്മൾ വിചാരിച്ചു പോകും. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ്, നമുക്ക് ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസ്. ഇത് കണ്ടോ, ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെയാണ് വരുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ വരും. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ഒരു വ്യൂ പാറ്റേൺ, എക്സാക്ട്ലി കാഞ്ചീപുരം ടിഷ്യൂ ബ്രൊക്കേഡ് സാരീസ് വരുന്ന അതേ പാറ്റേണിൽ തന്നെ വരുന്ന വ്യൂ പാറ്റേണും ഡിസൈനും, ബ്യൂട്ടിഫുൾ സാരീസ്. ഇനി ഇതിൻ്റെ മുന്താണി വരുമ്പോൾ മുന്താണിയുടെ പാറ്റേൺ ഇതാണ് മുന്താണി വരുന്നത്. മുന്താണിയുടെ വ്യൂ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതാണ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു ഇതാണ് ഇതും ടിഷ്യൂവിൽ തന്നെ ബ്ലെൻഡായിട്ട് വന്നിട്ടുള്ള ബ്ലൗസ്. ഇതിൻ്റെ ബേസ് കളറാണ് കേട്ടോ. ഇതിൻ്റെ ഈ ബേസ് കളറിലേക്കാണ് ഈ ബ്ലൗസ് ഉണ്ടോ, സെയിം ഈ ഒരു ബേസ് കളറാണ്. എക്സാക്റ്റ് ബ്രിക്ക് എന്നും പറയാൻ പറ്റത്തില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. സാരി നമ്പർ 1, 2,150. അടുത്തത് വരുന്ന സാരി നമ്പർ 2, ഒരു ഗ്രീനിഷ് ടോൺ. സാരി നമ്പർ 2, സെയിം ഡിസൈൻ ആൻഡ് സെയിം പാറ്റേൺ. സാരി നമ്പർ 2, ബ്യൂട്ടിഫുൾ സാരീസ്, നല്ല ഭംഗിയാട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാഞ്ചീപുരത്തിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെ വന്നിരിക്കുന്ന സാരീസ്. അതിൻ്റെ കണ്ട ബ്ലൗസ് വരുമ്പോൾ ഈ ടിഷ്യൂ ബ്ലെൻഡായിട്ടുള്ള ബ്ലൗസ്, ഭയങ്കര റിച്ച് ലുക്കായിരിക്കും നമ്മളൊരു ഫങ്ഷനൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സാരി നമ്പർ 2. സാരി നമ്പർ 3 വരുമ്പോൾ ഒരു ലൈറ്റ് ഗ്രേ ടോൺ. സാരി നമ്പർ 3, ലൈറ്റ് ഗ്രേ. ഇതിനകത്തെ കൂടെ ബോഡിയെ കൂടെ ത്രെഡിൻ്റെ വ്യൂവും വന്നിട്ടുണ്ട്, അതേപോലെ ഗോൾഡൻ സെറിയുടെ വ്യൂ പാറ്റേണുമാണ് വന്നിരിക്കുന്നത്. ബോർഡറിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ടിഷ്യൂ ബ്ലെൻഡായിട്ടുള്ള മെറ്റീരിയൽ, പക്ഷേ ഓവറായിട്ട് ഇങ്ങനെ തിളങ്ങിയൊന്നും നിൽക്കില്ല, ഒരു ടിഷ്യൂ ബ്ലെൻഡ് അതിനകത്ത് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഈ ലൈറ്റ് ഗ്രേയിൽ തന്നെ വരുന്ന ബ്ലൗസ്. ഇതും ടിഷ്യൂ ബ്ലെൻഡായിട്ടുള്ള മെറ്റീരിയൽ. സാരി നമ്പർ 3, ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളിത് കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും, അയ്യോ ഇത്രയും വ്യൂ ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ഭയങ്കര കട്ടിയാണോ, അങ്ങനെയല്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. സാരി നമ്പർ 3. സാരി നമ്പർ 4 നോക്കിയേ, ബ്യൂട്ടിഫുൾ ഒരു ഡസ്റ്റി പിങ്ക് ടോൺ. സാരി നമ്പർ 4. സാരി നമ്പർ 4.
ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ്. സാരി നമ്പർ 4. അതിനകത്ത് നമുക്ക് ബേസ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ഡസ്റ്റി പിങ്ക് ടോൺ, അതിനകത്ത് ഒരു 1 ടോൺ ഡാർക്കറായിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് വീവ്. അപ്പോൾ ആ ബുട്ട ഡിസൈൻസ് നമുക്ക് അല്പം കൂടെ ഡാർക്കറായിട്ട് തോന്നുകയും ചെയ്യും. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പോൾ ഒരു ബ്ലൂയിഷ് ടോൺ, ബേസ് കളർ വരുന്നതും ഒരു ബ്ലൂയിഷ് ലൈറ്റ്, അതായത് ബ്ലൂവും ടിഷ്യൂവും കൂടെ ബ്ലെൻഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ബ്ലൂ ആയിട്ട് തന്നെ നിൽക്കുകയില്ല, ഭയങ്കര ടിഷ്യൂ ആയിട്ട് നിൽക്കത്തില്ല. അതിനകത്ത് അല്പം കൂടെ 1 ടോൺ ഡാർക്കറായിട്ടുള്ള ത്രെഡും കൊണ്ടുള്ള വീവ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതേ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. പ്ലെയിൻ അല്ല കേട്ടോ, സോറി, പ്ലെയിൻ വിത്ത് സ്ലീവ് ആൻഡ് ബോർഡർ വരുന്നുണ്ട് കേട്ടോ എല്ലാ ബ്ലൗസിനും. അത് ഞാൻ ആദ്യം കാണിക്കാൻ മറന്നുപോയി. പ്ലെയിൻ വിത്ത് സ്ലീവ് ആൻഡ് ബോർഡറാണ് വരുന്നത്. കാരണം ബോഡി നിറച്ച് നമുക്ക് ഈ ബ്രൊക്കേഡ് പാറ്റേൺ ഉള്ളതുകൊണ്ട് ബ്ലൗസ് എപ്പോഴും പ്ലെയിൻ വിത്ത് സ്ലീവ് ആൻഡ് ബോർഡർ വരുന്നതായിരിക്കും ഭംഗി. സാരി നമ്പർ 6 വരുമ്പോൾ പിങ്ക് 7 അല്ല 6 സാരി നമ്പർ 6 പിങ്ക്. ഇതിൻ്റെയും ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ വിത്ത് സ്ലീവ് ആൻഡ് ബോർഡറാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. സ്ലീവെൻറ്റിൽ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ബോർഡറുമാണ് സ്ലീവെൻറ്റ്, ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ വന്നിരിക്കുന്നത്. സാരി നമ്പർ 6. സാരി നമ്പർ 7 വരുമ്പോൾ ഒരു ലൈറ്റ് പേർപ്പിൾ ടോൺ. ലൈറ്റ് പേർപ്പിൾ ടോൺ. സാരി നമ്പർ 7 ലൈറ്റ് പേർപ്പിൾ ടോൺ. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ്. ടിഷ്യൂ ആൻഡ് പർപ്പിൾ ബ്ലെൻഡ് ആൻഡ് സ്ലീവ് ആൻഡ് ബോർഡർ. സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പോഴും അല്പം കൂടെ ഒരു വയലറ്റ് ചേർന്നിട്ടുള്ള ഒരു പർപ്പിൾ. സാരി നമ്പർ 8 ഒരു വയലറ്റ് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു പർപ്പിൾ. സാരി നമ്പർ 8. സെയിം പാറ്റേൺ ആട്ടോ, ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. സ്ലീവ് ആൻഡ് ബോർഡറും പ്ലെയിൻ വിത്ത് സ്ലീവ് ആൻഡ് ബോർഡർ. സാരി നമ്പർ 8. സാരി നമ്പർ 9 വരുന്നത് ഇനി കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്ന സാരീസ്. സാരി നമ്പർ 9 കോൺട്രാസ്റ്റിൽ വരുമ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഫുൾ ബോഡി ആ ഒരു ചെറിയ ടിഷ്യൂ, ഒരു ലൈറ്റ് ഗ്രീനിഷ് ഒരു ടോണാണ് ബോഡി വരുന്നത്. അതിനകത്ത് ഇങ്ങനെ ഗോൾഡൻ സെറിയിലുള്ള വീവാണ് ഓൾ ഓവർ ദ ബോഡി. എന്നിട്ട് ബോർഡേഴ്സ് ഇങ്ങനെ ഒരു മെറൂൺ ടോൺ വന്നിട്ട് അതിനകത്ത് ഇതേപോലെ വീവ് പാറ്റേൺ വന്നിരിക്കുന്നു. സാരി നമ്പർ 9 മെറൂൺ ടോണിൽ വന്നിരിക്കുന്ന മുന്താണി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2480. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ടിഷ്യൂ ബ്ലൗസ് വന്നിട്ട് സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡർ വരും. സാരി നമ്പർ 9. ഒരു ഗ്രീനിഷ് ടോൺ വിത്ത് ടിഷ്യൂ ബ്ലെൻഡ് ആൻഡ് മെറൂൺ ബോർഡർ. സാരി നമ്പർ 10 വരുമ്പോൾ ഒരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡ് വിത്ത് ബ്ലാക്ക്. ഒരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡ് വിത്ത് ബ്ലാക്ക്. ബ്യൂട്ടിഫുൾ സാരീസ്. ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ടിഷ്യൂവും ബ്ലാക്കും കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ട് ബ്ലാക്ക് ബോർഡർ. സാരി നമ്പർ 10. ബ്യൂട്ടിഫുൾ സാരീസ് കേട്ടോ. ഇതിങ്ങനെ ഉടുത്ത് കഴിയുമ്പോൾ അതെ ബോർഡറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയല്ലേ. സാരി നമ്പർ 11 വരുമ്പോൾ ആദ്യം കാണിച്ച ഗ്രീനിനേക്കാളും അല്പം കൂടെ ലൈറ്റർ ടോണിലുള്ള ഒരു ഗ്രീൻ വിത്ത് പർപ്പിൾ ബോർഡർ. പർപ്പിൾ ബോർഡർ. സാരി നമ്പർ 11.
മുന്താണിയിലും ഇതുപോലെ തന്നെ വരും. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് പർപ്പിൾ ടിഷ്യൂ വിത്ത് സ്ലീവ് ആൻഡ് ബോർഡർ. അടിപൊളി സാരീസാട്ടോ. സാരി നമ്പർ 11 ഉണ്ടോ, നല്ല ഭംഗിയല്ലേ ഇങ്ങനെ കൊടുക്കുമ്പോൾ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ടിഷ്യൂ കാഞ്ചീപുരത്തിൻ്റെ സെമിയിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. അടിപൊളി സാരീസാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് സൂപ്പർ സാരീസ്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇനി അത് നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു.